ആക്സിഡന്റ് സൗണ്ട് വരുന്നുണ്ടോ? ഓക്കെ, ഇങ്ങനെ നമ്മൾ ആക്സിഡന്റ് കാർഡ് വർക്ക് ചെയ്യും. ഇങ്ങനെ നമ്മൾ പോവുകയും ചെയ്യരുത്. ഇനി അടുത്ത് എന്ത് ചെയ്യുക, ആ ഒരു സ്പീഡിലോട്ട് എത്തി കഴിയുമ്പോൾ സെക്കൻഡ് ഗിയറിലോട്ട് ഗിയറിന് ഷിഫ്റ്റ് ചെയ്യും. മാറും, ചേഞ്ച് ചെയ്തിട്ട്. കഴിഞ്ഞ ദിവസം നമ്മളൊരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പം കുറച്ചും കൂടി നമ്മൾ ആക്സിലേറ്റർ അതുപോലെ ക്ലച്ച് ബ്രേക്ക് ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം ഇപ്പം നമ്മുടെ ക്ലച്ചിലും ബ്രേക്കിലുമാണ് നമ്മുടെ കാലിരിക്കുന്നത്. നമ്മൾ ഓരോ പെഡൽ കൊടുക്കുന്നതിലുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ നമ്മുടെ വലതുകാലം കൊണ്ടാണ് ആക്സിലേറ്റർ കൊടുക്കുന്നത്, അതുപോലെ ഇടതുകാലം കൊണ്ട് ക്ലച്ച് മാത്രം. നമുക്കിനി രണ്ടും കൊടുക്കാത്ത സാഹചര്യങ്ങളുണ്ട്. ഇപ്പം നമുക്ക് ബ്രേക്കും ആക്സിലേറ്ററും കൂടി ഒരുമിച്ച് കൊടുക്കണ്ട, അതുപോലെ ക്ലച്ചും ആക്സിലേറ്ററും ഒരുമിച്ച് കൊടുക്കണ്ട. ഇപ്പം നമ്മൾ വണ്ടി ഇപ്പം റിവേഴ്സ് ഗിയറിലുള്ള. ഓക്കെ, ക്ലച്ച് ഫുള്ള് പ്രസ്സാക്കി പിടിക്കും. ഇനി നമ്മളൊന്ന് ആക്സിലേറ്റർ കൊടുത്ത് നോക്കിയത് ആക്സിലേറ്റർ കേട്ടോ. അപ്പോൾ ക്ലച്ച് പ്രസ് ചെയ്ത് പിടിച്ച് ആക്സിലേറ്റർ കൊടുത്ത് വണ്ടി റേസ് ആകുള്ളൂ. അപ്പോൾ വണ്ടി മുന്നോട്ട് പോകത്തില്ല. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ന്യൂട്രലാക്കി ഇനി ക്ലച്ചിന്ന് കാല് റിലീസ് ചെയ്തോ. ഓക്കെ, ക്ലച്ചിന്ന് കാല് റിലീസ് ചെയ്തു. ഇന്ന് ആക്സിലേറ്റർ കൊടുത്ത് നോക്കിയത് അല്ല. അപ്പോൾ വണ്ടി ന്യൂട്രൽ പൊസിഷൻ ആണെങ്കിൽ എത്ര ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ട് മൂവ് ചെയ്തില്ല. അത് എത്ര വണ്ടി റേസ് ആകുള്ളൂ, വണ്ടി മുന്നോട്ട് മൂവ് ചെയ്തില്ല. ഓക്കെ, ഇനിയിപ്പം വണ്ടി ഇപ്പം ന്യൂട്രലാണ് കിടക്കുന്നത്. നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ പോകുന്നില്ല. ഇനിയിപ്പം ബ്രേക്കും ആക്സിലേറ്ററും കൂടി കൊടുക്കുന്നത് ഇപ്പോൾ കുറച്ചുകൂടി നമ്മൾ റൂട്ടിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇനി നേരത്തെ അതേപോലെ ഇപ്പം ന്യൂട്രലാണെങ്കിലും എത്ര ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാലും വണ്ടി മുന്നോട്ട് മൂവ് ചെയ്തില്ല. അതുപോലെ ഒന്ന് ഫോർത്ത് ഗിയറിലിട്ട്, അതുപോലെ ഗിയർ ബോക്സ് എന്ന് വരുന്ന ടോർക്കാണ്, ഹോഴ്സ് പവർ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഹോഴ്സ് പവർ ഉള്ളത് ഫസ്റ്റ് ഗിയറിനും അതുപോലെ റിവേഴ്സ് ഗിയറിനുമാണ്. ബാക്കിയൊക്കെ എന്താണ്, സ്പീഡ് മാത്രമേ ഉള്ളൂ. തേർഡ് ഗിയറിലും ഫോർത്ത് ഗിയറിലും ഒക്കെ സ്പീഡ് മാത്രമേ ഉള്ളൂ. നമുക്ക് നിർത്തിയിട്ടിട്ട് ഇപ്പോൾ ഒന്ന് ഫസ്റ്റ് ഗിയറിലിട്ട് ഒന്ന് എടുത്ത് നോക്കി നോക്കും. ക്ലച്ചിന്ന് പതുക്കെ കാല് റിലീസ് ചെയ്യും. ഓക്കെ, വണ്ടി മുന്നോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ നമ്മൾ നേരെ ഫോർത്ത് ഗിയറിൽ കൊണ്ടുപോയി. ഓക്കെ, ഒന്ന് ക്ലച്ചിന്ന് കാല് റിലീസ് ചെയ്ത് നോക്കി. എങ്ങനെയാണ് എടുക്കുന്നത് അതേപോലെ തന്നെ എടുത്ത് നോക്കി. എടുത്തോ, ക്ലച്ചിന്ന് കണ്ടോ, ഒരു പവർ ഇല്ലാണ്ട് വണ്ടി ഓഫായി പോകുള്ളൂ. അപ്പോൾ ഫോർത്ത് ഗിയറിലൊക്കെയാണ് നിന്ന വണ്ടി ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എടുത്ത് മുന്നോട്ട്. അത് ഫോർത്തായാലും തേർഡായാലും. പിന്നെ സെക്കൻഡ് ഗിയറിൽ നമുക്ക് എടുക്കാം, ക്ലച്ച് കൂടുതൽ കൊടുത്ത് ആക്സിലേറ്ററിനെ റേസ് ആക്കി കൊടുത്ത് എടുക്കാൻ പറ്റും. എടുക്കാൻ പറ്റില്ല എന്നുള്ള അന്നേരം അവിടെ എന്ത് ചെയ്യും, ക്ലച്ച് ഡിസ്ക് കംപ്ലൈന്റ് ആവും, ക്ലച്ചിന്റെ ലൈഫ് കുറയുകയാണ്. അപ്പോൾ പരമാവധി നമ്മൾ നിർത്തിയിട്ട് എടുക്കുമ്പോൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഗിയറിലോട്ട് തന്നെ വരിക. ഓക്കെ, ഈ ക്ലച്ചിനെ ഫുൾ പ്രസ് ആക്കാം, നോട്ടിലാക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ ഒന്ന് ഫസ്റ്റ് ഗിയർ കൊടുക്കും. അപ്പോൾ ഗിയറിലിട്ട് ഇനിയിപ്പോൾ ക്ലച്ചിന്ന് കാല് റിലീസ് ചെയ്ത് കഴിഞ്ഞാലാണ് വണ്ടി മുന്നോട്ട് പോകുള്ളൂ. ഒന്ന് ആക്സിലേറ്റർ കൊടുത്ത് ക്ലച്ച് ഫുള്ള് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഏത് ഗിയറിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ സെക്കൻഡ് ഗിയർ ആയാലും തേർഡ് ഗിയർ ആയാലും ഫോർത്ത് ഗിയർ ആയാലും റിവേഴ്സ് ഗിയർ ആയാലും ഏത് ഗിയറിലിട്ടിട്ട് ക്ലച്ചിന് കാല് അത് റിലീസ് ചെയ്യാണ്ട് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി റേസ് ആവുകയല്ലാണ്ട് വണ്ടി മുന്നോട്ട് മൂവ് ചെയ്തില്ല. ഓക്കെ, അപ്പം നമുക്ക് ആക്സിലേറ്ററും അതുപോലെ ക്ലച്ചും ഒരുമിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, അതുപോലെ ബ്രേക്കും ആക്സിലേറ്ററും ഒരുമിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പിന്നെ എന്ത് ചെയ്യാം, ക്ലച്ചും ബ്രേക്കും ഒരുമിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് മാത്രമേ ഉള്ളൂ, രണ്ടും ഒരേപോലെ ചെയ്യരുത്. ആക്സിലേറ്ററും ക്ലച്ചും ചെയ്യരുത്, ബ്രേക്കും ആക്സിലേറ്ററും ചെയ്യരുത്. ഓക്കെ, പിന്നെന്താണ്, ഇനിയിപ്പോൾ ഗിയറിൻ്റെയും പറഞ്ഞു, തേർഡ് ഫോർത്ത് അങ്ങനെ വന്നു. അത് നിർത്തിയിട്ട് വരുമ്പോൾ അതുപോലെ തന്നെ ഗിയർ ക്ലച്ച് കൊടുക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ഗിയർ സ്ലോ ഗിയറാണ് നമുക്ക് ഫസ്റ്റും റിവേഴ്സ് ഗിയറും വരുന്നത്. അപ്പം സ്ലോയിൽ ഫസ്റ്റ് ഗിയർ പോകുന്ന വണ്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് ആദ്യമേ ക്ലച്ചിന് കൊടുത്ത ശേഷം ബ്രേക്ക് കൊടുത്താൽ മതി. ഫസ്റ്റ് ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകാനുള്ള സാധ്യതയുണ്ട്. അത് എന്നാലും ഒരു 30 40 സ്പീഡിൽ പോകുന്ന വണ്ടിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ബ്രേക്കിന് സ്പീഡിന് കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ബ്രേക്ക് കൊടുക്കുക. ഓക്കെ, ഇനി റോട്ടിൽ നിന്ന് എടുക്കാം. ഓക്കെ, അതിൽ നമ്മൾ വരുന്ന സ്പീഡിലായിരിക്കണം. ആ വരുന്ന സ്പീഡിൽ നമുക്ക് മുന്നോട്ട് നിന്ന് കഴിഞ്ഞാൽ ടയറിന്റെ കറക്റ്റ്. ഓക്കെ, ഇവിടെ വണ്ടി വരുന്നുണ്ടോ? ഗിയർ മാറണ്ട, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ക്ലച്ചിന്റെ കാലിലേക്ക് നമുക്ക് ഫസ്റ്റ് ഗിയറിൽ നമുക്ക് പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് കണ്ടോ, എന്താ ഫീൽ ചെയ്യുന്ന ആക്സിലേറ്റർ കാല് ഒരു എൻജിൻ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞ ഒരു എന്താ ഗിയറിലും നമുക്ക് അത് അവിടെ വരും. ബ്രേക്ക് കൊടുത്തില്ലെങ്കിലും ഗിയറിനകത്ത് നമുക്ക് ഒരു പിടുത്തം ഫീൽ ചെയ്യും. ആക്സിലേറ്റർ കാല്
ഇപ്പൊ നമ്മൾ തേർഡ് ഗിയറിൽ പോകുന്ന പോലെയാണ്. അപ്പം നമ്മൾ ഇപ്പൊ ഫസ്റ്റ് ഗിയറിൽ പോകുന്നുണ്ടോ, വണ്ടി ബ്രേക്ക് കൊടുത്തില്ലെങ്കിൽ അപ്ലൈ ചെയ്തില്ലെങ്കിൽ തന്നെ വണ്ടിന്റെ സ്പീഡ് കുറഞ്ഞ് നിന്ന് പോകാനുള്ള ആ ഒരു ഇതിലോട്ട് വരുവാണ്. ആക്സിഡന്റ് കൂട്ടി കൊടുക്കും ആക്സിഡന്റ് കൂട്ടിക്കൊണ്ടോ, ആ ആക്സിഡന്റ് സൗണ്ട് വരുന്നുണ്ടോ? ഓക്കെ, ഇങ്ങനെ നമ്മൾ ആക്സിഡന്റ് കാർഡ് വരയ്ക്കും. ഇങ്ങനെ നമ്മൾ പോകുകയും ചെയ്യരുത്. അതിന് അടുത്ത് എന്ത് ചെയ്യുക, ആ ഒരു സ്പീഡിലോട്ട് എത്തി കഴിയുമ്പോൾ സെക്കൻഡ് ഗിയറിലോട്ട് ഗിയറിന് ഷിഫ്റ്റ് ചെയ്യും. മാറും, ചേഞ്ച് ചെയ്തിട്ട്. ഓക്കെ, എന്നിട്ട് ആ ഫസ്റ്റ് ഗിയറിൽ കൊടുത്ത് ആക്സിഡന്റ് തന്നെ ഇപ്പൊ കൊടുത്തു നോക്കിയത് കണ്ടോ? കുറച്ചുകൂടി എന്നാൽ ആ ഒരു 20 മോഡ് അല്ലെങ്കിൽ 40 എത്തുമ്പോഴാണ് ആ ഒരു ആക്സിഡന്റ് സൗണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ഇനി തേർഡ് ഗിയർ കൊടുത്ത് ആ ഓട്ടോനെ ശ്രദ്ധിക്കണം, അത്രയും ചേർത്ത് പോകരുത്. വണ്ടി കുറച്ചുകൂടി സ്മൂത്തായി സ്പീഡിലോട്ട് പോകുന്നുണ്ടോ? ഓക്കെ, അല്ല ഇവിടെ തേർഡ് ഗിയർ ആണ്. ആ ഫസ്റ്റ് ഗിയറിന്റെ അത്ര ഒരു പിടുത്തം വരില്ല നിങ്ങൾക്ക്. ഇവിടെ നീ ബ്രേക്ക് വിട്ടിട്ട് തന്നെ സ്പീഡിനെ കുറയ്ക്കണം. ബ്രേക്കിന്റെ മുന്നോട്ട് കാര്യം. ഓക്കെ, ഇവിടെ ബ്രേക്ക് തന്നെ കൊടുക്കണം. തേർഡ് ഗിയർ ആയതുകൊണ്ട് ബ്രേക്ക് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പീഡിനെ കുറയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ആദ്യമേ സൈഡ് മിറർ ചെക്ക് ചെയ്യുക. ഇത്രയും അത് കുറച്ചും കൂടെ അധികം മാറി, ഇത്രയും പോകണ്ടേ. നമ്മുടെ ആ ഒരു സ്പീഡിൽ അത്രയും ആക്സിഡന്റ് വന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ഈ കേട്ടിങ് ഡൗൺ ചെയ്ത് കൊടുക്കേണ്ടത്. ഇവരൊക്കെ കടന്നു പോകുന്നോടം വരെ ഇവരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഒക്കെ 4ാമത്തെ പിടിച്ചെന്ന് ഫുള്ള് കാല് റിലീസ് ചെയ്ത ശേഷം ആക്സിഡന്റ് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ വണ്ടി നിർത്തുമ്പോഴുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഓരോ ഗിയറിന് സ്പീഡിനനുസരിച്ച് നമ്മൾ നിർത്തുമ്പോഴും അതിൻ്റെ വ്യത്യാസം വരും. ഇപ്പോൾ ഇവിടെ ഒരു ഇറക്കമാണ് വരുന്നത്, ബ്രേക്ക് കൊടുക്കണ്ട, ബ്രേക്കിന്ന് കാലത്തോ. ഓക്കെ, ഒന്ന് ക്ലച്ച് ഒന്ന് ആദ്യമേ ചവിട്ടി വെക്കും. ക്ലച്ച് വിട്ട് കണ്ടോ, വണ്ടിന്റെ സ്പീഡ് എന്ത് ചെയ്യുന്നത്, വണ്ടിന്റെ കൂടുവാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇറക്കമൊക്കെയാണ് വരുന്നത്. ഇത് ക്ലച്ചിന്ന് കാലെടുക്കുക, ആദ്യം ബ്രേക്കിലോട്ട് കാലിടുക, ബ്രേക്കിന്റെ പിറകോട്ട്. എന്നിട്ട് ആ വണ്ടീന്റെ സ്പീഡിനെ കുറയ്ക്കുക. ഒരു 4th ഗിയറിൽ പോകുന്ന വണ്ടിയൊക്കെ ആണെങ്കിൽ ഒരു 30 നമുക്ക് എത്തിക്കാം. എന്നിട്ട് ഇനി ക്ലച്ച് കൊടുത്ത് നോക്കി, ഇനി ക്ലച്ച് കൊടുക്കും. ഓക്കെ, കണ്ടോ, ക്ലച്ചിന് ഫുള്ള് കൊടുത്തോ. ഓക്കെ, എന്നിട്ട് പതുക്കെ ഒന്ന് സൈഡാക്കി നോക്കി. ഓക്കെ, അപ്പോൾ നമ്മൾ 4th ഗിയർ കൊടുക്കും. ഇപ്പോൾ 4th ഗിയറിൽ വരുന്ന വണ്ടിയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് നേരിട്ട് നമ്മൾ ക്ലച്ചിനെ ഫസ്റ്റ് കൊടുത്തിട്ട് ബ്രേക്ക് കൊടുക്കരുത്. ബ്രേക്ക് കൊടുത്ത് വണ്ടീന്റെ വേഗതയിൽ കുറച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ, അതേപോലെ ബ്രേക്കിന് ശേഷം ക്ലച്ച് നമുക്ക് ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബ്രേക്കും അതേപോലെ ക്ലച്ച് ചവിട്ടുന്ന പോലെ ഒറ്റ ചവിട്ട് വിടരുത്, വണ്ടി റോഡിൽ തന്നെ നിന്ന് പോകുള്ളൂ. അപ്പോൾ റോഡ് ആ ടയറിന്റെ കറക്കം കുറച്ച് നമ്മൾ എന്ത് ചെയ്യുക, ബ്രേക്കിന് അപ്ലൈ ചെയ്തു പെട്ടെന്ന് ചവിട്ടി നിർത്താണ്ട്. ഇനിയിപ്പോൾ ഒരു നിരപ്പ് സ്ഥലമാണ്, എവിടെയെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നിർത്തി നോക്കാം. ഇവിടെ നിന്ന് വണ്ടി വളവൊക്കെയാണ്, അവിടെ നിന്ന് വണ്ടി നിർത്താം. അപ്പോൾ നമ്മൾ നിർത്തുവാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആദ്യമേ ഇൻഡിക്കേറ്റർ കൊടുത്ത് ഇനി മിറർ ശ്രദ്ധിക്കണം, ബ്രേക്കിന് വണ്ടി ഉണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, ഇപ്പോൾ നിരപ്പ് സ്ഥലം, ഇപ്പോൾ തേർഡ് ഗിയറിലാണ് വണ്ടി പോകുന്നത്. ബ്രേക്കിന്റെ പെടലോട്ട് ആദ്യം, ക്ലച്ചിന്റെ തൊട്ടല്ല വരണ്ടേ, ക്ലച്ചിന്റെ പെടലോട്ട് കാല് വരണ്ടേ. ഓക്കെ, ബ്രേക്കിന് സ്പീഡിനെ കുറച്ച് ക്ലച്ചിന്റെ പെടലിൽ കാല് വെക്കുന്നുള്ളൂ, ക്ലച്ചിന് ഫുൾ അപ്ലൈ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ക്ലച്ചിന് ഫുള്ള് കൊടുക്കാം, ക്ലച്ചിന് മൊത്തം നമുക്ക് കൊടുക്കാം. വണ്ടിന്റെ സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ചിന് ഫുൾ അപ്ലൈ ചെയ്യാം. താഴെ വരെ ചവിട്ടി പിടിക്കും, ഇനിയും ചവിട്ടി, അത്രയും ചവിട്ടി കൊടുക്കാം നമുക്ക്. എന്നിട്ട് ബ്രേക്കിനെ പതുക്കെ കൊടുക്കാം. സ്റ്റാർട്ട് ചെയ്തു, ന്യൂട്രല്. ആ ന്യൂട്രലൊക്കെ അങ്ങനെ നോക്കണ്ട. വണ്ടി വരുന്നുണ്ട്, എടുക്കരുത്.
കണ്ടോ അവരൊക്കെ സൈഡ് ചേർന്ന വരുന്നത് ഈ വണ്ടിയൊക്കെ കണ്ടോ. അത് പോയി കഴിഞ്ഞിട്ട് എടുത്താൽ മതി. എടുത്തോ. ആക്സിലേറ്റർ ആണ്. ക്ലച്ചിൽ അതാ മൂവ് ചെയ്യുന്ന ക്ലച്ചിൽ തന്നെ അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. വണ്ടി കുറച്ച് മുന്നോട്ട് വൈപ്പർ ഓൺ ആക്കി. ഇപ്പൊ എന്താ അങ്ങനെ കുത്തില് ഫീൽ ചെയ്തെന്നറിയാം. ക്ലച്ചിന് ആദ്യത്തുണ്ടെന്നില്ല. ഫസ്റ്റ് ഗിയറിലൊക്കെ ആകുമ്പോൾ നേരത്തെ പറഞ്ഞു നമ്മളൊരു എഞ്ചിൻ ബ്രേക്കിംഗ് ഒരു പിടുത്തം ഫീൽ വരുമെന്ന്. അപ്പൊ നമ്മൾ ആക്സിലേറ്റർ കുറച്ച് അന്നേരത്തിന് ക്ലച്ചിനെ എന്ത് ചെയ്യുക കൊടുത്തേക്കുക. ആ ആക്സിലേറ്ററിന് കാല് റിലീസ് ചെയ്ത് ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞിട്ടല്ല ക്ലച്ചോട് എന്ത് ചെയ്യേണ്ട, ക്ലച്ച് അപ്ലൈ ചെയ്യേണ്ട അന്നേരം തന്നെ. ഇപ്പൊ നമ്മൾ തേർഡ് ഗിയറിലോട്ട് മാറുവാണ്. ആക്സിലേറ്റർ കൊണ്ട് ആക്സിലേറ്ററിന് കാല് കുറയ്ക്കുക അന്നേരം തന്നെ ക്ലച്ചിന് ഇങ്ങനെ അങ്ങനെയല്ല. കേട്ടോ വൈപ്പർ ഓഫ് ആയിരിക്കും. സ്പീഡിനും പറയല്ല, സ്പീഡിനും പറയട്ടെ, സ്പീഡിനും പറയട്ടെ. ഒന്ന് സ്പീഡിനെ കുറയ്ക്ക്. സെക്കൻഡ് ഗിയറിലോട്ട് പറ, സെക്കൻഡ് ഗിയറിലോട്ട്. ഒന്ന് ഫസ്റ്റ് ഗിയറിലോട്ട് കേട്ടെ. ചെറിയ ടൈറ്റ് ഉണ്ടാവും, സ്പീഡ് കൂടുതൽ. ഓക്കെ. ക്ലച്ചിൻ്റെ കാല് റിലീസ് ചേർക്കാം. ഓക്കെ. ആക്സിലേറ്റർ കൊടുക്കും. ഇനി നമുക്ക് സെക്കൻഡ് ഗിയറിലോട്ട് ഗിയറിനെ മാറുകയാണ്. എന്ത് ചെയ്യുന്നു, ക്ലച്ചിൻ്റെ പെട്ടോട്ട് കാല് വെക്കുക. ചോട്ടെ അതെ അങ്ങനെ. ഇപ്പൊ ആ ഒരു പിടുത്തം വന്നിട്ടുണ്ടോ? ഓക്കെ. സെക്കൻഡ് ഗിയറിലോട്ട് ക്ലച്ചിൻ്റെ കാല് കുത്തല് വരുന്നു. ഈ തേർഡ് ഗിയറിലോട്ട് ക്ലച്ചിൻ്റെ പെട്ടോട്ട് കാല് വെക്കുക. ആക്സിലേറ്റർ ആവശ്യമുണ്ടാകും. അങ്ങനെ വണ്ടി സ്മൂത്ത് ആയിരിക്കും. ആ അടിഭാഗം സപ്പോർട്ട് ചെയ്തിട്ട് വരുന്നതിന് വശം മാത്രം എടുത്തു. ബ്രേക്കിന്റെ പിള്ളോട്ട് മറ്റേ കാര്യം അല്ലല്ലോ. ഓക്കെ. അപ്പൊ ബ്രേക്കും ആക്സിലേറ്ററും ഉണ്ടാവും. വണ്ടി ഇങ്ങനെ കുത്തി ഓഫായി പോയി നിൽക്കുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്, അപ്പം ആ ക്ലച്ചിന്റെ പിള്ളോട്ട് നമ്മുടെ ഇടതുകാലും ആക്സിലേറ്ററിന്റെ പിന്നെ ബ്രേക്കിന്റെ പിള്ളോട്ട് ആക്സിലേറ്ററിന്റെ പെടലുള്ള കാലും വലതുകാലും വന്നിട്ട് വേണം നിർത്താൻ വേണ്ടിട്ട്. ഓക്കെ. ഇനി സ്റ്റാർട്ട് ചെയ്യും. വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ന്യൂട്രൽ പോയിന്റിൽ വന്നിട്ട് വണ്ടി എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ. എടുത്തോ. ബൈക്ക് ഇൻഡിക്കേറ്റർ ഇടണം, മിറർ ചെക്ക് ചെയ്യണം. ബേക്ക് മിറർ വണ്ടി വരുന്നുണ്ടെങ്കിൽ അവർ പോയി കഴിഞ്ഞിട്ട് ഇപ്പൊ ചെറിയൊരു ആക്സിലേറ്ററും കൂടി കൊടുക്കുക. ഓക്കെ. കറക്റ്റ് സ്പീഡ് ലിമിറ്റ് അല്ല, കുറച്ചും കൂടി ഇവിടെ ചെറിയൊരു കയറ്റമല്ലേ. അപ്പൊ നമ്മൾ ഒന്നും കൂടി ഒന്ന് ആക്സിലേറ്ററിന് കൂട്ടി കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഗിയറിനെ മാറാൻ പാടില്ല. ഓക്കെ. ഇനി മാറരുത്. ഓക്കെ. തേർഡ് ഗിയറിൽ ഈ ഒരു സ്പീഡാണ് തേർഡ് ഗിയറിന്റെ. അവിടെ പശു തെറ്റാതെ നമ്മൾ നിർത്തി കൊടുക്കുക വേണ്ടേ. മുന്നിൽ നിന്ന് നമ്മുടെ മുമ്പിൽ നിന്ന് ഒരു ഓട്ടോ വരുന്നു. ഓക്കെ. ഓക്കെ. നാലാമത്തെ ഗിയർ. ഫോർത്ത് ഗിയർ വരെ വന്നു. ഇനിയിപ്പോ ഏത് ഗിയറിലാണ് പോകുന്ന അറിയാമോ? ഓക്കെ. ആക്സിലേറ്റർ കൂട്ടി കൊടുക്കുക. ഫോർത്ത് ഗിയറിൽ നമുക്ക് എത്ര സ്പീഡ് വേണമെങ്കിലും കയറ്റി പോവാം. സ്പീഡ് എത്രയാണ്, 30, ഒരു 60, 80 അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, സ്പീഡ് കൂട്ടി പോവാം. പക്ഷെ സ്പീഡ് കുറച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല. ഫോർത്ത് ഗിയറിലെ തേർഡ് ഗിയറിലെ സ്പീഡ് കുറച്ച് പോകാൻ പറ്റില്ല. ഒന്ന് സ്പീഡ് കുറയ്ക്കും. ബൈക്കിന്റെ പെട്ടോട്ട് കാലം ഒന്ന് സ്പീഡ് കുറയ്ക്കും. സ്പീഡ് കുറയ്ക്കും. സ്പീഡ് കുറയ്ക്കും. സ്പീഡ് കുറയ്ക്കും. സ്പീഡ് കുറയ്ക്കും. സ്പീഡ് കണ്ടോ, വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ? സ്പീഡ് കുറയ്ക്കും. സ്പീഡ് കുറയ്ക്കും. കഴിഞ്ഞാൽ വണ്ടി എന്ത് ചെയ്യും, വണ്ടി ഇങ്ങനെ ഓഫായി പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. അതിന് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ സ്പീഡ് കുറച്ച് പോകുമ്പോ ന്യൂട്രൽ പോയിന്റ് അല്ല. ഇനി നീ സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം ഫസ്റ്റ് ഗിയർ കൊടുക്കാൻ വേണ്ടിട്ട്. ഫസ്റ്റ് ഗിയർ. ആ മുന്നോട്ട് ടയർ കറങ്ങുമ്പോ തന്നെ നമ്മൾ ചെറിയൊരു ആക്സിഡന്റ് കൊണ്ട് ഇനി അടുത്ത എടുക്കാം. പോവാം. ഓക്കെ. ഗിയർ മാറി. ഓക്കെ.
അടുത്തേക്ക് നേരത്തെ പറഞ്ഞ ഫോർത്ത് ഗിയറിൽ നമുക്ക് എത്ര തേർഡ് ഗിയറിലും നമുക്ക് സ്പീഡ് കൂട്ടാം. 60 എത്തുമ്പോൾ ആക്സിലേറ്ററിന്റെ സൗണ്ട് കൂടുതലായിട്ട്, അതുപോലെ പെട്രോളിന്റെ ചെലവുകൾ കൂടുതലായിരിക്കും. ചെറിയൊരു എന്താണ് ടോർക്ക് അവിടെ കൂടുതലാണ് തേർഡ് ഗിയർ ഫോർത്ത് ഗിയറിനെ അപേക്ഷിച്ച് തേർഡ് ഗിയറിലോട്ട് വരുമ്പോൾ. ഓക്കെ, നിർബന്ധമായും വണ്ടി ഇവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കണം. ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യരുത്. നമുക്ക് രണ്ട് സൈഡും കാണുന്ന രീതിയിൽ വേണം സ്റ്റോപ്പ് ചെയ്യാൻ. ഓക്കെ, ഇങ്ങനെ എടുക്കുകയും ചെയ്യരുത്. അല്ല, ഇനി വണ്ടി മുന്നോട്ട് പോകല്ലോ. വണ്ടി ടയറിന് കറക്കം നിന്നില്ല. ഇവിടെ ഒരു ചെറിയൊരു ഭാഗത്തുണ്ട്. നമ്മൾ ഫോർത്ത് ഗിയറിലാണ് പോകുന്നത്. അപ്പൊ നമ്മൾ തേർഡ് ഗിയറിലോട്ട് ഗിയറിനെ ഡൗൺ ചെയ്തു. അല്ല, ഡൗൺ ചെയ്തു. ആ ഫോർത്ത് ഗിയർ പോകുന്ന ആ സ്പീഡിൽ തന്നെയാണ് ഗിയർ ഡൗൺ ചെയ്തോട്ടെ. ഒന്ന് സ്പീഡിന് കുറച്ച ശേഷം തേർഡ് ഗിയർ കൊടുത്താൽ മതി. 40 മുകളിലുണ്ടായിരുന്നു വണ്ടിന്റെ സ്പീഡ്. ആ സ്പീഡിൽ തന്നെ എന്ത് ചെയ്തു, ഗിയറിന് തേർഡ് ഗിയറിലോട്ട് വന്നപ്പോ വണ്ടിന്റെ സ്പീഡ് ലിമിറ്റ് 40 ആയിരുന്നു. വൈപ്പർ ഓഫ് ആയി. ഒന്നുകൂടി 3 സ്പീഡാണ് വൈപ്പറിനുള്ളത്. ഓക്കെ, 2 പേര് ആ റോഡിൽ നടുവിക്കൂടെ നടന്നു വരുന്നുണ്ട്, ശ്രദ്ധിക്കണം. ഉണ്ടോ? നമ്മൾ ടൗണിലോട്ടാണ് കയറുന്നത്. അവിടെയൊക്കെ സ്പീഡ് ലിമിറ്റ് ഉണ്ട്, 20 സ്പീഡ് ലിമിറ്റ്. അവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ട്, നിർബന്ധമായി നിർത്തണം എന്നുള്ളൊരു സ്റ്റോപ്പ് ഉണ്ട്. ഓക്കെ, സെക്കൻഡ് ഗിയറിലോട്ട് കൊടുക്കുക. ഓക്കെ, അല്ല, നമ്മൾ മെയിൻ റോഡിലോട്ട് വന്ന് ചെന്ന് കയറുന്നു എന്നുള്ളതുണ്ടോ, സൈൻ ബോർഡ് കണ്ടോ? ഓക്കെ, അതെ, ലെഫ്റ്റ് സൈഡിലൊരു ഇൻഡിക്കേറ്റർ. ഓക്കെ, പതുക്കെ സ്പീഡിനെ പറയട്ടെ. ഗിയറിനെ ഡൗൺ ചെയ്തിട്ട് ഫസ്റ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, എന്താ മിസ്റ്റേക്ക് എന്നറിയാമോ? എടുത്തോ. എന്താ മിസ്റ്റേക്ക് എന്നറിയാമോ? അതെ. നോക്കണം, ആ ഓട്ടോ അവിടെ നിർത്തും. ആ ഓട്ടോ മാറി ചിലപ്പോൾ സീബ്ര ലൈനിൽ ആള് കാണും. ഓക്കെ, അവിടെ നിന്ന് പറയാം, ബസ് ശ്രദ്ധിച്ചു കൊടുക്കും. ഓക്കെ, പതുക്കെ. അവിടെ തന്നെ അടിക്കൽ മാറില്ല. അവിടെ ബ്ലോക്ക് വന്നു. ഇവിടെ സെക്കൻഡ് ഗിയർ ആണ്. വണ്ടി സ്പീഡ് കുറച്ചാണ് പോകുന്നത്. അപ്പോൾ വണ്ടി ക്ലച്ചിന്റെ പെടലോട്ട് കൂടി കാല് വന്നു. ഓക്കെ, അവിടെ സ്പീഡ് കൂടാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ക്ലച്ചിലോട്ട് കാല് കൊണ്ടുവന്ന ശേഷം സ്പീഡിനെ കൺട്രോൾ ചെയ്തിട്ട് ബ്രേക്ക് കൊടുക്കും. ഇത് രണ്ടും ഒരേ രീതിയിലാകുക. പെട്ടെന്ന് സാഹചര്യം എന്ത് ചെയ്ത് ബ്രേക്ക് മാത്രം നമ്മൾ എന്ത് ചെയ്ത് കാല് വരരുത് ബ്രേക്കിന്റെ പെടലോട്ട്.